നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ യൂറോ കപ്പിൽ ഇന്ന് നടക്കുന്ന പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ആതിഥേയരായ ജർമ്മനി കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ ഡെൻമാർക്കാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നടക്കുക. അതേസമയം ആദ്യ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ഇറ്റലിയും സ്വിറ്റ്സർലൻഡും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നമുക്ക് ഈ ഒരു മത്സരം, ഇറ്റലിയുടെ മത്സരം കാണാൻ സാധിക്കുക. ആദ്യത്തെ 2 മത്സരങ്ങളും വിജയിച്ച ജർമ്മനി മൂന്നാമത്തെ മത്സരത്തിൽ സ്വിറ്റ്സർലൻഡിനോട് സമനില വഴങ്ങുകയായിരുന്നു. യഥാർത്ഥത്തിൽ അന്ന് ഫുൾക്രഗ് ആയിരുന്നു ജർമ്മനിയെ തോൽവിയിൽ നിന്നും രക്ഷിച്ചത്. അതേസമയം ഡെൻമാർക്ക് യൂറോ കപ്പിൽ കളിച്ച ഒരൊറ്റ മത്സരത്തിൽ പോലും ഇതുവരെ വിജയിച്ചിട്ടില്ല. 3 മത്സരങ്ങൾ കളിച്ചു, 3ലും സമനില വഴങ്ങിക്കൊണ്ടാണ് ഡെൻമാർക്ക് ഇപ്പോൾ പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ജർമ്മനിയെ നേരിടാൻ വരുന്നത്. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ജർമ്മനിയെ വിറപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഡാനിഷ് പടയുള്ളത്. ജർമ്മനിയുടെ പരിശീലകനായ ജൂലിയൻ നഗൽസ്മാൻ ഒരു വമ്പൻ മാറ്റം ഇന്നത്തെ മത്സരത്തിൽ വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതായത് കൈ ഹാവേർട്സിന് ഗോളടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തെ മാറ്റാൻ ജൂലിയൻ നഗൽസ്മാന് താല്പര്യമില്ല. മറിച്ച് അദ്ദേഹം ഫ്ലോറിയാൻ വിഡ്സിനെ പുറത്തിരുത്താൻ സാധ്യതയുണ്ട്. പകരം ഹാവേർട്സ്, ഫുൾക്രഗ് എന്നിവരെ ഒരുമിപ്പിച്ച് കളിക്കാനാണ് ഇപ്പോൾ നഗൽസ്മാന്റെ പദ്ധതി. goal.com ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ഫ്ലോറിയാൻ വിഡ്സിന് കഴിഞ്ഞ 2 മത്സരങ്ങളിലും തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റാൻ ഇപ്പോൾ നഗൽസ്മാൻ ആലോചിക്കുന്നത്. അതേസമയം മുസിയാല, ഗുണ്ടോഗൻ, ക്രൂസ്, ആൻഡർച്ച് എന്നിവരൊക്കെ സ്റ്റാർട്ടിംഗ് 11-ൽ തന്നെ ഉണ്ടായേക്കും. 2 യെല്ലോ കാർഡുകൾ വഴങ്ങിയത് കൊണ്ട് തന്നെ പ്രതിരോധ നിര താരം ജൊനാഥൻ താക്ക് ഇപ്പോൾ വിലക്കാണ്. അദ്ദേഹത്തിന്റെ അഭാവം ഇന്നത്തെ മത്സരത്തിൽ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.